ഡിയോസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഞാൻ ഇന്ന് ഒരു ബോക്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അൺബോക്സിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി ഞാൻ വാങ്ങി വെച്ചിട്ട് കുറച്ച് അധികം ദിവസമായി. ഞാൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ചെയ്യാനുള്ള മടി, ടെൻഷൻ ഇതൊക്കെ കൊണ്ടിട്ടായിരുന്നു ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം സമയമുണ്ട്. കാശി ബേബീനെ നോക്കാനായിട്ട് ചേട്ടത്തിനെയും എൻ്റെ അനിയത്തിനെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടാതെ ആദ്യമേ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാനിത് കട്ട് ചെയ്യാൻ കത്തിയും കടാരയും ഒന്നും എടുത്തിട്ട് വന്നില്ല. സോ ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ പറയാം. ഇതിൻ്റെ ഉള്ളിൽ എനിക്കറിയാം. ഇതിൻ്റെ അകത്ത് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്തുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റ് മാസ്ക് ഉണ്ടല്ലോ, നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ ഷീറ്റ് മാസ്ക് ആയിരുന്നു തോന്നുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷീറ്റ് മാസ്ക് ആണ്. എല്ലാം അതാണോ? അത് മാത്രമേ ഉള്ളൂ. കടാ ഷീറ്റ് മാസ്കുകളാണ്. വേറെന്തോ ഇരിക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് വേറെന്തോ ഉണ്ട്. മാമാകത്ത് ഒപ്റ്റൺ ഫേസ് വാഷ്. എനിക്ക് തോന്നുന്നു ഇത് ഫ്രീ കിട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇത്രയും മേടിച്ചു. ഇതെല്ലാം കൂടി മേടിച്ചപ്പോൾ എനിക്ക് 1300 സംതിങ് ആയിരുന്നു കേട്ടോ റേറ്റ് ആയത്. വേറെന്തോ ഉണ്ട്. സത്യത്തിൽ ഇതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയത്. ഷീറ്റ് മാസ്ക് ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. വേറെ എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ ലിപ് ലൈനേഴ്സ്, ഇതിൻ്റെ സ്വിസ് ബ്യൂട്ടീൻ്റെ ലിപ് ലൈനേഴ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ ഞാൻ പിന്നെ റിവ്യൂ ആയിട്ട് ചെയ്യാം. ഇത് തൽക്കാലം ഇതിൻ്റെ അകത്ത് ഇരിക്കട്ടെ. നമുക്ക് ആദ്യം ഷീറ്റ് മാസ്ക് നോക്കാം. ഇതിൻ്റെയൊക്കെ പിന്നെ ചെയ്യാം. നമുക്ക് ആദ്യം ഷീറ്റ് മാസ്ക് നോക്കാം. ഫസ്റ്റ് ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ദാ വരുന്നത്. അത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഇന്ന് സംസാരിക്കാം. ഞാൻ ഫേസ് വാഷ് ചെയ്തു. ജസ്റ്റ് നമ്മുടെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. 1 2 ഇൻസ്റ്റ ഗ്ലോ ഷീറ്റ് മാസ്ക് ഒപ്റ്റൺ. നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ പറയുക, എന്തുട്ടാ പറയാ, മഞ്ഞളും സാഫ്രോണും കൂടെയുള്ളൊരു ഷീറ്റ് മാസ്ക്. നമുക്ക് ആദ്യമേ ഇത് ഓപ്പൺ ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കാം. വേണ്ടേ? നല്ല മണം. നല്ല നല്ല നമ്മുടെ കസ്തൂരിമഞ്ഞൾ ഉണ്ടല്ലോ, അതിൻ്റെ സ്മെല്ല് കേട്ടോ. ഞാൻ ആക്ച്വലി കുറേ നാൾ മുമ്പ് ഞാൻ ഒരു വട്ടം ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാനൊന്നും വലിയ വശമൊന്നുമില്ല. നമുക്കിത് ഓപ്പൺ ചെയ്യാം. എനിക്ക് അന്ന് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഫേസ് ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടി, ഗ്ലോ ആവുമെന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് ഒരു ഫ്രഷ്നെസ് ഒക്കെ തോന്നാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഞാൻ ഈ 10 എണ്ണം വാങ്ങി വെച്ചത്. അതായത് സ്കിൻ കെയർ ചെയ്യുമ്പോൾ വീക്ക്ലി വൺസ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാട്ടോ വാങ്ങിയത്. ഈ കൊറിയൻ സ്കിൻ കെയറിൻ്റെ അകത്ത് അവർ വീക്ക്ലി ട്വൈസും ത്രൈസും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് നമ്മളെ ഫേസ് മാസ്ക്. എൻ്റെ ഫേസ് കുഞ്ഞാന്ന് തോന്നുന്നു കേട്ടോ. മാസ്ക് ഇത്തിരി വലുത്. സംഭവം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു 50 മിനിറ്റ്സ് ആണ് അവർ പറയുന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ച് കാണണം. ഇതിൻ്റെ അകത്തില്ല. ഞാൻ ഇന്നാളി മേടിച്ച എന്തിൻ്റെയാണെന്നറിയാമോ? നല്ല സ്മെല്ല്, ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച മണം. എങ്ങനെയുണ്ടെന്നുള്ള റിസൾട്ട് ഞാൻ പറയാം. ഗേൾസിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ ആണ്. ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് 99 രൂപയാണ്. ഈ പ്രഗ്നൻസി ടൈമിലുണ്ടല്ലോ, ഇതൊന്നും അധികം യൂസ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം കെമിക്കൽസ് ഇല്ലാത്തത് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതൊക്കെ ഇതിനകത്തൊക്കെ കെമിക്കൽസ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ അറിയാൻ പറ്റത്തില്ല. ഞാൻ ഇന്നാളിലൊരു വീഡിയോ ചെയ്തപ്പം സ്കിൻ കെയറിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ റെറ്റിനോളിൻ്റെ ഒരു ക്രീം യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെറ്റിനോള് പ്രഗ്നൻസി ടൈമിൽ അതുപോലെ ഫീഡ് ചെയ്യുമ്പോഴും യൂസ് ചെയ്യരുതെന്ന്. അപ്പോൾ പിന്നെ ഞാൻ സെർച്ച് ചെയ്തു അത് യൂസ് ചെയ്യാൻ പാടുണ്ടോ, എന്തുകൊണ്ടിട്ട് യൂസ് ചെയ്തുകൂടാന്ന്. അപ്പോൾ റെറ്റിനോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിന് പലതരത്തിലുള്ള പ്രോബ്ലംസ്, നമുക്കല്ല കുഞ്ഞിന്, വയറ്റിലുള്ള കുഞ്ഞിന് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. സോ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അതുകൊണ്ടിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അറിയാത്ത കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുമ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. സോ
പോയി ഞാൻ പിന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അത് യൂസ് ചെയ്തുകൂടാന്ന് കണ്ടുപിടിച്ചു. ഇതിനകത്ത് പിന്നെ വേറെ കെമിക്കൽ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും കാണുന്നില്ല. എല്ലാം അധികം നമ്മുടെ സ്കിന്നിന് ഹാംഫുൾ ആവുന്ന പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. അതുകൊണ്ടിട്ട് യൂസ് ചെയ്യാൻ തോന്നുന്നു. വാങ്ങി വെച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് സെപ്റ്റംബർ ഓഗസ്റ്റ് ആ ടൈമിൽ മേടിച്ചതാണ്. വെറുതെ കളയണ്ടല്ലോ. 1 2 3 4 5 6 7 8 1 9 ഷീറ്റ് മാസ്ക് ഉണ്ട്. അതിൻ്റെ കൂടെ ലിപ്സ്റ്റിക്ക് എല്ലാം കൂടെ ആയിരുന്നു തോന്നുന്നു കേട്ടോ. എനിക്ക് 1300 സംതിങ് ആയിട്ടുണ്ടായിരുന്നത്. ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ യൂസ് ചെയ്തതിന് ശേഷം റിസൾട്ട് പറയാം. ഞാൻ ഇന്നാളെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതേ നമ്മുടെ ഗോൾഡിൻ്റെ ആയിരുന്നു. ഇത് അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. സ്കിന്ന് ഞാൻ പറഞ്ഞ കണക്ക് ബ്രൈറ്റൻ ആവുമെന്നല്ല, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് എങ്ങനെ പറയാം, കുറച്ച് ഒരു എനർജി ഉണ്ടല്ലോ, സ്കിന്നിനൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട്, സ്കിന്നൊന്ന് ബൂസ്റ്റപ്പ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നമ്മളൊരു സിറം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒബ്സർവ് ആവും. ഇതാകുമ്പോൾ ഒരു 50 മിനിറ്റ്സ് വെച്ചേക്കുമ്പം അത് സ്കിന്നിൽ നമുക്ക് അങ്ങനെ ഇരിക്കുന്നതും ആ ഒരു ഫീല് എനിക്കറിയത്തില്ല. ഞാനിപ്പം വീഡിയോ എടുത്തോണ്ടിട്ട് ഞാൻ ആദ്യമേ തന്നെ അതാണ് പറഞ്ഞത്, ഞാൻ പോയി ഫേസ് വാഷ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് വരാമെന്ന്. അപ്പം എനിക്ക് അത്രയും ടൈം പോകത്തുമില്ല. നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്ന ടൈമിലായാലും ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പോവുകയും ചെയ്യാം. ഒരു ഫേഷ്യലൊക്കെ ചെയ്യുമല്ലോ, ആ ഒരു എഫക്റ്റ് എന്ന് നമ്മളൊരു പണ്ട് എനിക്ക് 18 വയസ്സാവുന്നതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് ചെയ്തത് വെജ് പീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേഷ്യലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. 18 വയസ്സായില്ലല്ലോ, അതുകൊണ്ടിട്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ബ്യൂട്ടി പാർലറിലെ ചേച്ചി പറഞ്ഞിട്ട് ഞാൻ അതാണ് ചെയ്തത്. സോ ആ ഒരു ഫേഷ്യൽ, ആ ഒരു പീലൊക്കെ ചെയ്ത ഒരു ഫീല് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ഒരു സെറം കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് വേണ്ടുന്ന പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഒബ്സർവ് ആവാൻ വേണ്ടിയിട്ട് ഇത്രയും ടൈം വെച്ചേക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. ഇപ്പോൾ പിന്നെ ഓരോരുത്തരും മറ്റേ എഗ്ഗൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഏതൊക്കെയാണ് എന്ന് നോക്കാം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ കണക്ക് സ്കിൻ റേഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റ് മാസ്ക് ആണ്. ഗോൾഡിൻ്റെ ആണ് കേട്ടോ. എല്ലാത്തിൻ്റെ അകത്തും മറ്റേ നമ്മുടെ നിയാസിനമൈഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കണ്ടൻറ്റ് വരുന്നുണ്ട്. സത്യത്തിൽ ഞാൻ പറയട്ടെ, എനിക്ക് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഇത് യൂസ് ചെയ്യാമോ എന്ന് സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഗുഡ് വൈബ്സിൻ്റെ ആയതുകൊണ്ടിട്ട് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് ഫ്രേഗ്രൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ഗ്ലിസറിൻ, പിന്നെ എന്തൊക്കെയോ DM ഹൈഡ്രേഷൻ ആൻഡ് ഇതിൻ്റെ അകത്ത് നിയാസിനമൈഡ് ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ ഈ യൂസ് ചെയ്തതിൻ്റെ അകത്ത് ആദ്യം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അകത്തും ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് പാരബൻ ഫ്രീ ആണ്. സോ കുഴപ്പമില്ല കേട്ടോ, എഴുതിയിട്ടുണ്ടൊരു സമാധാനം. നമ്മൾ പ്രഗ്നൻസി ടൈമിൽ എന്ത് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴും പാരബൻ ഫ്രീ ആണോ നോക്കിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് നോക്കിയത്, ഇതിനകത്ത് അത് കൊടുത്തിട്ടുണ്ട്. പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ. സോ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. ഇരുന്നു അവിടെ ഇരുന്നു. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുപോലെ വീഗൻ ആണ്, നോ ആനിമൽ ടെസ്റ്റിംഗ്, നോ ആൽക്കഹോൾ. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ ഗുഡ് വൈബ്സിൻ്റെ. വേറെ എനിക്കറിയത്തില്ല. ഗുഡ് വൈബ്സ് അത്യാവശ്യം നല്ലതാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടിട്ടാണ് ഞാൻ എന്തായാലും ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടിട്ട് വന്നത്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തത് ഞാൻ പറഞ്ഞ കണക്ക് നമ്മുടെ ഉപ്റ്റഡ്, അതായത് നമ്മുടെ ഇതുണ്ടല്ലോ കസ്തൂരി മഞ്ഞൾ, ആ ഒരു സ്മെല്ലൊക്കെയാണ് കേട്ടോ എനിക്ക് വരുന്നത്. സാഫ്രോണും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഷീറ്റ് മാസ്ക് ആണ്. ഇൻസ്റ്റാ ഗ്ലോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇൻസ്റ്റാ ഗ്ലോ ആണോ എന്ന്. ഒരു 50 മിനിറ്റ്സ് ഒരു കാറ്റ് വന്നാണ് എൻ്റെ സ്റ്റാൻഡ് ഇപ്പോൾ താഴെ പോയേനെ. ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു, ഇല്ലാതില്ല. ഞാൻ വിചാരിച്ചത് കാറ്റ് തീർന്നു അതിൻ്റെ കാര്യം. എൻ്റെ റിംഗ് ലൈറ്റ് ഉണ്ട്, അത് അത്യാവശ്യം സ്റ്റാൻഡ് നമുക്ക് താഴത്ത് വെക്കാം. ഇപ്പോൾ സെൽഫി സ്റ്റിക്കിൻ്റെ അകത്താണ് ഞാൻ ഫോൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കാശി ബേബി എടുത്ത് താഴെയിട്ട് അടിച്ചിട്ട് ഒടിഞ്ഞു പോയി.
അതുകൊണ്ടിട്ടാണ് അത് എടുക്കാണ്ടിട്ട് ഇത് ഇട്ട് തന്നത്. അവിടെ ഇരിക്കും. ഇത് സ്കിന്നിൽ വെച്ചതിന് ശേഷം ഇതുപോലെ 2 കൈ കൊണ്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണമെന്നാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇൻസ്റ്റാഗ്ലോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. ഈ ഇതുപോലെ ഉണ്ടല്ലേ ക്രിസ്മസ് പപ്പ. ഇരിക്കണേ അവിടെ. ഞാനേ ഇന്നാളിൽ ഒരു ഫേസ് മാസ്ക് ലാക്മേയുടെ യൂസ് ചെയ്തു. അത് വെച്ചിട്ട് ഭയങ്കര അതിനകത്ത് ഇഷ്ടംപോലെ ലിക്വിഡ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് അങ്ങനെ ഒരുപാട് ലിക്വിഡ് ഒന്നുമില്ല, അത്യാവശ്യത്തിന് മാസ്കിൽ വേണ്ടുന്നേ ഉള്ളൂ. അത് ഓവറായിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കറക്റ്റാണ്. പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ കയ്യിലേക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ കുറച്ച് വേസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. മറ്റേത് നെക്കിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോർഷൻ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ സ്റ്റാൻഡ് ആടുന്നു. കാറ്റേ ചതിക്കരുത്. ഫോൺ പോയി കഴിഞ്ഞാൽ താഴെ പോയി കിടക്കത്തതേ ഉള്ളൂ. സ്റ്റാൻഡിന് ബലമില്ലതാ. അപ്പം ഫസ്റ്റ് വൺ ഇതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇനി 9 എണ്ണം ഉണ്ട്, 8 എണ്ണം ഉണ്ട് കേട്ടോ. ഓരോ വീക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ റേഡിയൻസിന് വേണ്ടിയിട്ടുള്ളൊരു ഷീറ്റ് മാസ്ക് ആണ്. ഗോൾഡിൻ്റെ ആണ്. ഗോൾഡിൻ്റെ എക്സാക്ട്സ് ഒക്കെ ഉണ്ട് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ നോ പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, വീഗൺ ആണ്. കാറ്റ് ഇല്ലെങ്കിൽ ഒരു കാറ്റ് വീശാത്ത സ്ഥലമാണ്. ഞാൻ വന്നിരിക്കുമ്പോൾ കണ്ട പോയിന്റ് കാറ്റേ ഇളകി വരുന്നു. കാര്യം ഇളകി വരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാം സ്കിന്നിലേക്ക് ഒബ്സർവ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് ബാക്കിയുള്ളതെല്ലാം കയ്യിലും പറ്റിയിട്ടുണ്ട്. അതാ കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ. ഉള്ള അത്ര 50 to 20 മിനിറ്റ്സ് ആണ് കേട്ടോ അവർ പറയുന്നത്. ഞാനിപ്പോൾ 50 മിനിറ്റ്സ് വെക്കാൻ നോക്കുന്നു. ഇലൂമിനേറ്റിംഗ് ഷീറ്റ് മാസ്ക് പേളിൻ്റെ ആണ് കേട്ടോ. പേളിൻ്റെ ഇത് യൂസ് ചെയ്ത് നോക്കണം. നെക്സ്റ്റ് ടൈം ആവട്ടെ. പണ്ട് പേളിൻ്റെ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ഭയങ്കര എന്തോ സംഭവമായിരുന്നു. ഞാൻ പണ്ടൊക്കെ ചെയ്യുന്നത് കൂടുതലും പേളിൻ്റെ ഫേഷ്യലായിരുന്നു. ഇപ്പം അല്ല കേട്ടോ, പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏവിയേഷനൊക്കെ പഠിക്കുന്ന ടൈമിൽ. ഇപ്പം സത്യത്തിൽ ഫേഷ്യലൊന്നും ചെയ്യാറില്ല. എത്രയോ കാലമായി. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ ഫേഷ്യൽ ചെയ്തത് കല്യാണത്തിന് ഞാൻ ഫേഷ്യൽ ചെയ്തിട്ടില്ലായിരുന്നു. കല്യാണത്തിനല്ല, എൻഗേജ്മെൻറ്റിനാണ് ഞാൻ ലാസ്റ്റ് ഫേഷ്യൽ ചെയ്യുന്നത്. ഞാൻ ഫേഷ്യലൊന്നും ചെയ്യാറില്ല. പിന്നെ ഗ്ലോ ഷീറ്റ് മാസ്ക്, ഇത് വൈറ്റമിൻ സിയുടെ ആണ് കേട്ടോ. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ റിസൾട്ട് പറയാം. നമുക്ക് ആദ്യമേ ഈ വെച്ചേക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ ഡീപ്പ് ക്ലീനിങ് ഷീറ്റ് മാസ്ക് ആക്ടിവേറ്റഡ് ചാർക്കോൾ ആണ് കേട്ടോ. പിന്നെ ഉള്ളത് ബ്രൈറ്റനിങ് ഷീറ്റ് മാസ്ക് കോഫിയുടേതാണ്. ഞാനൊരു വിധം എല്ലാം വാങ്ങിയതാണ്. അന്നേരം എനിക്ക് തോന്നുന്നു എന്തോ ഓഫർ ഇല്ലായിരുന്നു. 1300 സംതിങ് അല്ലേ, ഓഫറൊന്നും ഇല്ലായിരുന്നു. ഇത് നാച്ചുറൽ ഗ്ലോ ഷീറ്റ് മാസ്ക് സാഫ്രോണിൻ്റെ ആണ് കേട്ടോ, നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ ആണ്. പറഞ്ഞു കാശിയുടെ സമയത്ത് ഞാൻ കുങ്കുമപ്പൂ കഴിക്കുമായിരുന്നു. ഇപ്രാവശ്യം ഞാൻ കുങ്കുമപ്പൂ കഴിച്ചിട്ടേ ഇല്ല, കിട്ടിയില്ല. അവിടെ നിന്ന് ആരും വന്നില്ല. അതാ ഇനിയിപ്പോൾ ആരെങ്കിലും വരുമ്പോൾ കൊടുത്തുവിടാൻ പറയണം. പിന്നെ റേഡിയൻസ് ഷീറ്റ് മാസ്ക്, ഇത് റോസ് ഹിബിൻ്റെ ആണ്. റോസ് ഹിബിൻ്റെ പണ്ട് ഞാനൊരു സിറം യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ തന്നെ നല്ലതായിരുന്നു കേട്ടോ, ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇത് ബ്രൈറ്റനിങ് ഷീറ്റ് മാസ്ക് പപ്പായ. അങ്ങനെ 8 എണ്ണമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ റിസൾട്ട് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം പറയാം. ഇപ്പോൾ ഇത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്, പക്ഷെ 15 മിനിറ്റ് ഒന്നും ആയിട്ടില്ല. ഞാനിങ്ങനെ ടച്ച് ചെയ്തിരുന്നുണ്ട്. അത് മാത്രമല്ല ഞാൻ ഇങ്ങനെ വായിട്ട് അലച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടിട്ട് ഇവിടെയൊക്കെ ഇളകിപ്പോണത്. അതിന് ഒരുവിധമൊക്കെ ഒബ്സർവ് ആയിട്ടുണ്ട്. എന്തായാലും കുറച്ച് നേരോടെ ഇരിക്കട്ടെ, അതുവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് ലാക്മേയുടെ ആയിരുന്നു. ലാക്മേയുടെ അത്യാവശ്യം നല്ലതായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞ കണക്ക് കുറച്ചധികം സിറം അതിനകത്തുള്ളത് പോലെ എനിക്ക് തോന്നി. ഇതിൻ്റെ അകത്തും കൂടുതലും സിറമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ. ഷീറ്റ് മാസ്ക് ഞാൻ പറഞ്ഞ കണക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഈ കൊറിയൻ സ്കിൻ കെയർ ചെയ്യുന്ന കൂട്ടത്തിൽ കൊറിയൻസ് യൂസ് ചെയ്യുന്നതാണ്. ഇടയ്ക്കല്ല, അവർ
ചിലർ ഡെയിലി സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻസ് അല്ല, കൊറിയൻസിൻ്റെ വീഡിയോസ് കാണാറുണ്ട്. അപ്പം അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേ കൂട്ടിട്ട് തന്നെ ഡെയിലി അല്ലാതിട്ട് വീക്കിലി അല്ലെങ്കിൽ വീക്കിലി ട്വൈസ് ഒക്കെ യൂസ് ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. കൊറിയൻ സ്കിന്നിൻ്റെ ഭാഗമായിട്ട് ഈ ഷീറ്റ് മാസ്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അവർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 10 സ്റ്റെപ്പ് കൊറിയൻ ഗ്ലാസ് സ്കിൻ കെയർ എന്നും പറഞ്ഞുകൊണ്ടിട്ടൊക്കെ വീഡിയോസൊക്കെ വരും. അപ്പോൾ ആ 10 സ്റ്റെപ്പിൻ്റെ അകത്ത് അവരുടെ ഒരു മെയിൻ സ്റ്റെപ്പാണ് ഈ ഷീറ്റ് മാസ്ക്. അത് ഗുഡ് വൈബ്സിൻ്റെ എന്നല്ല, അവർ യൂസ് ചെയ്യുന്നൊരു പ്രത്യേക ടൈപ്പ് മാസ്കുകളുണ്ടല്ലോ, അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ടുള്ളത് അത്. അപ്പം നമുക്ക് ആ പ്രൊഡക്ട്സ് ഒക്കെ കൊറിയൻസിൻ്റെ സ്കിൻ കെയർ, അതായത് കൊറിയൻസിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, നമ്മുടെ എല്ലാം എൻ്റെ സ്കിന്നിൽ ഒബ്സർവ് ആയിട്ടുണ്ട്. കണ്ട ഇവിടെയൊക്കെ ബബിൾസ് പോലെയൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം ഉള്ളിൽ പോയിട്ടാണ് ആ വരുന്നത്. എല്ലാം നല്ല ഡ്രൈ ആയി ഉള്ളിലേക്ക് നന്നായിട്ട് ഒബ്സർവ് ആയിട്ടുണ്ട്, പെട്ടെന്ന് ഒബ്സർവ് ആവുന്നുണ്ട്. ഇതിൻ്റെ ഒരു ക്വാളിറ്റി പറയുകയാണെങ്കിൽ വാങ്ങ് കൊടുക്കുന്നതാ വരുന്നേ, വാങ്ങ് കൊടുത്തതാ പോയത്. അപ്പം ഏകദേശം ഒരു 50 മിനിറ്റ്സ് ആവുന്നു ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട്. നമുക്കിത് റിമൂവ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അയ്യോ നല്ല രസമുണ്ട്. നല്ല രസം മീൻസ് എന്താ ഇപ്പോൾ പറയുക, ഒരു അവർ പറയുന്ന പോലെ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഗ്ലോ ഒക്കെ തോന്നുമല്ലോ, ആ സംഭവം ഉണ്ട് കേട്ടാ. സാധനം കൊള്ളാം. ഞാൻ ഗുഡ് വൈബ്സിൻ്റെ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ കൂടിയിട്ട് ഞാൻ അന്ന് വീഡിയോ എടുത്തില്ലല്ലോ, അതുകൊണ്ടിട്ട് കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ വയ്യായിരുന്നു. ഷിപ്പ് നല്ല ഫേസ് ഭയങ്കര ഒരു ഗ്ലോ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഇനിയും ഉണ്ട്, കണ്ട വെറുതെ കളയണ്ടല്ലോ, ഫേസിലിരിക്കട്ടെ. നല്ല രസമുണ്ട് കേട്ടോ. നെക്കിൻ്റെ പോർഷനും കയ്യിലെ പോർഷനിലൊക്കെ. ഇപ്പം യൂസ് ചെയ്യുന്നത് നമ്മുടെ പപ്പായ അല്ല, മഞ്ഞളിൻ്റെയാണ്. മഞ്ഞളും സാഫ്രോണും കൂടെ ഉള്ളത്. ഞാൻ യൂസ് ചെയ്തതിന് മുമ്പുള്ള എൻ്റെ ആ വീഡിയോ ഒന്ന് ബാക്ക് അടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, ഭയങ്കര ചേഞ്ച് തോന്നുന്നുണ്ട്. ഇത് പെർമനൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, പക്ഷേ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു മാറ്റം കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതാ കാര്യം ചോദിച്ചാൽ ഭയങ്കര ഡള്ളായിട്ടിരുന്നാടാ, എനിക്ക് വയ്യ. ഭയങ്കര നല്ലൊരു ചേഞ്ച് തോന്നുന്നുണ്ട്. സാധനം കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടമായി. സോ ഞാൻ ഇതിൻ്റെ ഒരു ഫാൻ ആയിരിക്കുകയാണ്. പക്ഷേ ഫേസ് ഫുൾ ഒരുമാതിരി ഡള്ളായിട്ടിരുന്നേ, ഇപ്പം എനിക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ് തോന്നുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കയ്യിലിരിക്കട്ടെ. ഞാനിത് വാഷ് ചെയ്ത് കളയാനൊന്നും പോകുന്നില്ല കേട്ടോ, അതങ്ങനെ തന്നെ വിട്ടേക്കാം. കൊള്ളാം, സാധനം കൊള്ളാം, എനിക്കിഷ്ടമായി. ഡെഫിനറ്റ്ലി ഇത് തീരുമ്പോൾ ഞാൻ എന്തായാലും നെക്സ്റ്റ് മേടിക്കും. കാര്യം അത്ര നല്ലൊരു റിസൾട്ട് തരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗുഡ് വൈബ്സിൻ്റെ ഷീറ്റ് മാസ്ക് ഓക്കെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നല്ലതാണ്, 99 രൂപയ്ക്ക് ഭയങ്കര വേർത്താണ്. ഞാൻ പറഞ്ഞ കണക്ക് പെട്ടെന്നൊരു ഫേഷ്യൽ എഫക്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് എത്ര നിൽക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പിന്നെ നെക്സ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറയാം ഇത് എത്രത്തോളം നമ്മുടെ ഫേസിൽ ആ ഒരു ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കുമെന്നുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ. സാധനം കൊള്ളാം, എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമോ? അത് കവർ പോയല്ലോ. ആർക്കെങ്കിലും വേണമെങ്കിലേ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി, ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. യൂസ്ഫുൾ ആണ്, നല്ല ഒരു കൊള്ളാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ, ടേക്ക് കെയർ.